ലോകത്തുള്ള വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാവർക്കും കേരളം കാണണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇവിടേക്ക് ടൂറിസ്റ്റുകൾ, വിദേശികൾ വരുന്നതിൽ വലിയ പ്രധാന കാരണം ഇവിടുത്തെ ടൂർ കമ്പനികളും ഇവിടുത്തെ റിസോർട്ടുകളും നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നടത്തുന്ന പ്രചാരണവും അവിടെ നടത്തുന്ന ക്യാമ്പയിൻ്റെയും പേരിൽ ആളുകൾ വരുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ അമേരിക്കയുടെ പരസ്യം കണ്ടിട്ടാവില്ല നിങ്ങൾ അമേരിക്കയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ല, ചൈനയുടെ ഒരു പരസ്യം കണ്ടിട്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ ചൈന ഏതെങ്കിലും ഒരാൾ ഒന്ന് ക്യാൻവാസ് ചെയ്തിട്ടാവണമെന്നില്ല. നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കാം ചൈനയെ ഒന്ന് കാണണം, അല്ലെ തായ്ലൻഡിൽ പോകണമെന്ന് തായ്ലൻഡിൻ്റെ പരസ്യം കണ്ടിട്ടാണോ നിങ്ങൾ പോകുന്നത്? അല്ല, എന്ന് പറഞ്ഞതുപോലെ ഒരു സ്വാഭാവിക ഡെസ്റ്റിനേഷൻ അല്ല ഇവർക്കൊന്നും കേരളം. ഇതെനിക്കറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ ട്രാവൽ കമ്പനികൾ, ഇവിടുത്തെ ട്രാവൽ മാർട്ടുകൾ ലോകത്ത് പലയിടത്ത് നടത്തും. അവിടെയൊക്കെ കൗണ്ടറുകളിട്ട് അവിടെ വരുന്ന ടൂർ ഓപ്പറേറ്റേഴ്സിനെ, ആ രാജ്യത്തെ ടൂർ ഓപ്പറേറ്റേഴ്സിനെ കൺവിൻസ് ചെയ്ത് നിങ്ങൾ 10 പേരെ വിട്ടാൽ ഇത്ര കമ്മീഷൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അവർക്കുള്ള ഓഫറുകളൊക്കെ കൊടുത്താണ് ഈ ആളുകളെ കൊണ്ടുവരുന്നത്. ഇത് സാധാരണക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റിന്റെയും പുറകിൽ ഏതോ ഒരു ഏജൻസിയുടെ അധ്വാനം നടക്കുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന ഓരോ ടൂറിസ്റ്റിനും വേണ്ടി കമ്മീഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. ടൂർ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് പല ലെവൽ ടൂർ ഓപ്പറേറ്റേഴ്സ്. ഇപ്പം ഞാനൊരു കാര്യം, ഒരു കാറ് നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രയോ പേരുടെ പ്രവർത്തനമുണ്ട് അല്ലേ? മാനുഫാക്ചർ ചെയ്യുന്നവനുണ്ട്, അതിൻ്റെ ഇന്ത്യയിലെ ഡീലറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിൻ്റെ ലൈസൻസ് എടുത്ത ഏജൻസി ഉണ്ട്, പിന്നെ നിങ്ങളുടെ ലോക്കൽ ഡീലറുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞല്ലേ നിങ്ങളുടെ അടുത്ത് ഈ കാർ എത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു ടൂറിസ്റ്റ് കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും അവനെ ഇവിടേക്ക് ആ നാട്ടിൽ നിന്ന് കയറ്റിവിടുന്ന ഒരു ഏജൻസി, ഒരു സംവിധാനമുണ്ട്. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിരിക്കും, അവരുടെ ആപ്പായിരിക്കും ഇന്നത്. അവർക്കതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്, അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രചാര പ്രവണത നടത്തുന്നുണ്ട്. പ്രചാരം നടത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും വേണ്ടേ? ആരാണ് ഈ പ്രചാരം നടത്തുന്നത്? ഇവിടുത്തെ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി ആയിരിക്കാം, ഇവിടുത്തെ ഒരു ടൂർ കമ്പനി ആയിരിക്കാം, ഇൻബൗണ്ട് ടൂർ നടത്തുന്ന ഏതെങ്കിലും ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടായിരിക്കാം. ഈ റിസോർട്ടുകളെല്ലാം വർഷത്തിൽ പലതവണ വിദേശ രാജ്യങ്ങളിൽ പോയി, ട്രാവൽ മാർട്ടുകളിൽ പോയി കേരളത്തെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവർ അവിടുത്തെ ഏജൻസികൾ വഴി, അവിടുത്തെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ വഴി ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരിക. അതിൻ്റെ അളവ് കുറഞ്ഞപ്പോഴാണ് ഈ കോവിഡിന് ശേഷം കേരളത്തിലേക്ക് വിദേശികളുടെ വരവ് കുറഞ്ഞു. ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അത് മുഴുവൻ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ്. വിദേശ ടൂറിസ്റ്റുകളുടെ ഒരു ഫാസിനേറ്റിംഗ് ഡെസ്റ്റിനേഷൻ അല്ലാതായിട്ടുണ്ട് കേരളം ഇപ്പോൾ. കാരണം അവരെ എക്സൈറ്റ് ചെയ്യുന്ന കാഴ്ചകൾ, പച്ചപ്പും കായലും പ്രകൃതി എന്ന് പറയുന്നത് നിങ്ങൾ ആരെയോടെയാണ് കാണിച്ച് പേടിപ്പിക്കുന്നത്? സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നവനെയോ? അല്ലെങ്കിൽ മലേഷ്യയും ഇന്തോനേഷ്യയും തായ്ലൻഡും ബാലിദ്വീപും ഒക്കെ കണ്ടിട്ട് വരുന്നവനെയോ? നമ്മൾ ലോകം കുറെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, സൗന്ദര്യബോധത്തോടെ കാലത്തിനനുസരിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്.